ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ലാസ്റ്റ് വീഡിയോയിൽ കണ്ട ആ സ്ഥലത്ത് തന്നെയാണ് കേട്ടോ. അവിടെ നമ്മൾ നോക്കിയേ, ഈ മിഷീനും കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഇറങ്ങാൻ വേണ്ടി പോവാം കേട്ടോ. അപ്പോൾ ഇവിടുന്ന് രാവിലെ മുതൽ ഇവിടെ ഫുഡ് ഉണ്ടാക്കി തന്ന കാഴ്ചകളൊക്കെ ആയിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പുതിയൊരു കാഴ്ച, പുതിയൊരു സ്ഥലത്തേക്കുള്ള യാത്രയാണ് ഇപ്പോൾ ആരംഭിക്കാൻ പോകുന്നത്. നമ്മുടെ സൈക്കിൾ ഇതാ ഇതിൻ്റെ ഉള്ളിൽ തന്നെ കിടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഇവിടുന്ന് വേഗം ചലിക്കാൻ പോവുകയാണ്. ഇനി മുസിക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാട്ടോ നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത്. ഇന്ന് എത്തില്ലെന്നൊന്നും അറിയില്ല, എന്നാലും നമ്മൾ പോവും. ഇപ്പോൾ സമയം 12 മണിയായി കേട്ടോ. കുറേ നേരമായി നമ്മളിവിടെ നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. രാവിലെ കേട്ടോ, 8 മണി കഴിഞ്ഞ് വെയിൽ കൊള്ളാൻ വേണ്ടി വന്നതാണ് ഇവിടെ. നല്ല തണുപ്പായിരുന്നു. അപ്പോൾ സ്ലീപ്പിംഗ് ബാഗിൽ ഉറങ്ങിയാനെ കൊണ്ട് തണുപ്പാണ്, പക്ഷേ പുറത്തിറങ്ങുന്ന തണുപ്പാണ്. ഇപ്പോൾ കുറച്ച് നേരം ഇവിടെ നിന്നിട്ട് ഇവിടെ തന്നെ കുളിക്കണം. ഇന്ന് കുളിച്ചിട്ട് വേണം ഇവിടെ നിന്ന് പോകാൻ വേണ്ടിയിട്ട്. ഇവിടെ രാവിലെ തന്നെ കോടയൊക്കെ കയറിയിട്ടുണ്ട്. ഇങ്ങനെ നോക്കിക്കേ, കണ്ടോ കോട ഉണ്ടോ? ഫുള്ള് കോട കയറിയിട്ടുണ്ട്. കണ്ടോ സൂര്യൻ ഇങ്ങനെ വന്നിട്ടുണ്ട്. പക്ഷേ ഇതാ ഇവിടെ ഒക്കെ കോടയുണ്ട്. ഇത് കണ്ടോ പട്ടികൾ വെയിലത്ത് വന്ന് കിടക്കുന്നത്. പട്ടിക്ക് മറ്റേ തണുത്തിട്ട് ചൂട് കൊള്ളാൻ വേണ്ടിയിട്ട് വന്നാട്ടോ. എന്നെ തന്നെ നോക്കി മുരയ്ക്കുന്നു. അപ്പോൾ നമുക്ക് പല്ലൊക്കെ തേച്ച് വെയിലൊക്കെ കൊള്ളണം. കോഴിയൊക്കെ ഇതാ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. രാവിലെ തന്നെ കോഴിയൊക്കെ കൂവിയിട്ടുണ്ടായിരുന്നു കേട്ടോ, സൗണ്ട് കേട്ടിരുന്നു. ഇവിടെ ഇതാ ഫുഡ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. ഈ പുള്ളിയാണ് ഇന്നലെ കാണിച്ച പുള്ളി തന്നെയാണ് ഫുഡ് ഉണ്ടാക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാകും. ഇതുവരെ കിച്ചണും റൂമും ഇതൊക്കെ ഇവിടെ തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തൊരു സാധനം ഉണ്ടാക്കുന്നുണ്ട്. ചോറുണ്ടാക്കിയിട്ടുണ്ട്, അതുപോലെ തന്നെ ഡാലും ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മളെ സബ്ജിയാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുണ്ടാക്കി കഴിച്ചിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. ഇവിടുത്തെ വേറെ പുള്ളിയാട്ടോ. പുള്ളി ഇവിടുന്ന് രാവിലെ തന്നെ പണി തുടങ്ങി. ഓരോ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അടിച്ച് തുന്നി ഇവർ ഓരോ സ്ഥലത്തേക്ക് മാറ്റി കേട്ടോ. ഇനി സ്റ്റിക്കർ അടിക്കേണ്ട വർക്കാണുള്ളത്. ഇത് ഇവിടുന്ന് തുന്നിയതിന് ശേഷം അങ്ങോട്ടേക്ക് കൊണ്ടുപോയിട്ട് സ്റ്റിക്കർ അടിക്കേണ്ട പണിയിലേക്ക് കൊണ്ടുപോകും. അതുപോലെ ഇതാ മറ്റേ ഇത് നമ്മൾ ഇന്നലെ കണ്ട ആൾ കമൽ എന്ന് പറഞ്ഞ ആൾ ഇതാ അവിടെ വെയിൽ കായുന്നുണ്ട് അവിടെ ഇരുന്നിട്ട്. അപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ കണ്ടോ ബേക്കിൽ ഉണക്കാണ്ടിരിക്കുന്നത്. ഇതാ പുള്ളി ആയി പറയാം കേട്ടോ. നമ്മൾ ബേക്കിൽ ഡ്രസ്സൊക്കെ ഉണക്കാണ്ടിട്ടുണ്ട്. ഇനി അതൊക്കെ ഉണങ്ങി കഴിഞ്ഞിട്ട് ഫുഡും കഴിച്ചിട്ട് വേണം വേഗത്തിൽ പോകാൻ വേണ്ടിയിട്ട്. മലനിരകൾ നോക്കിക്കേ, ഫുള്ള് തെളിഞ്ഞു വന്നിട്ടുണ്ട്. വെയിൽ നല്ലോണം ഉച്ചത്തിൽ കിടക്കുന്നുണ്ട് കേട്ടോ. 11 മണിയാവാറായി. നമുക്ക് വേഗം പോവുകയും ചെയ്യണം. രാവിലെ തന്നെ ഇതാ നമുക്ക് ചോറാട്ടോ. ചോറും ഡാല് കറിയും പിന്നെ മറ്റേ സാധനം ഇല പോലത്തെ സാധനം ഉപ്പേരി പോലെ ആക്കിയതും പിന്നെ ഈ സാധനം ഇതും കൂടിയിട്ടാണ് നമ്മളെ ചോറ്. ഇതാ പുള്ളിയൊക്കെ തിന്നൽ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ പുള്ളി പുറത്തേക്ക് പോയി തിന്നാ കേട്ടോ, വെയിലുള്ള അടുത്തേക്ക്. കരിമ്പ് തിന്നുകൊണ്ടിരിക്കുക കേട്ടോ. എനിക്ക് ഇവിടെയൊക്കെ കരിമ്പുണ്ട്. ഒരു കരിമ്പ് തിന്നായിരുന്നു ഇത്ര നേരം. അപ്പോൾ നമ്മൾ വന്നപ്പോൾ നമുക്കും കരിമ്പ് തന്നതാ. ഇതൊക്കെ നമ്മൾ തിന്ന് കഴിച്ചാൽ കേട്ടോ. അത് അവർ തിന്ന് കഴിച്ചത്. ഇനിയുണ്ട് ബാക്കി കേട്ടോ. അപ്പോൾ ഇത് തിന്നിട്ട് നമുക്കൊന്ന് ചലിക്കണം വേഗത്തിൽ. അപ്പുറം ഒരു ഗ്രാമം കേട്ടോ. നമ്മൾ ചിന്ന ബസാർ എന്ന് പറഞ്ഞ സ്ഥലം കഴിഞ്ഞ്, ചൈന ബസാർ കേട്ടോ. ചൈന ബസാർ എന്ന് പറഞ്ഞ സ്ഥലം കഴിഞ്ഞ്, നേരത്തെ നിന്ന സ്ഥലം കഴിഞ്ഞ് ഇതൊരു ബ്രിഡ്ജൊക്കെ വന്നിട്ടുണ്ട്. ഇത് ക്രോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഗ്രാമം കേട്ടോ. ആസ് യൂഷ്വൽ നേപ്പാളിലുള്ള അതേപോലെ തന്നെ ഒരു ഗ്രാമമാണിത്. വലിയ മലകളെ ഇടയിൽ സ്ഥിതി ചെയ്യുന്ന കേട്ടോ. നമുക്കിപ്പോൾ ഇതാ ഇവിടെ ഒരു കയറ്റം വന്നിട്ടുണ്ട്. കുത്തനുള്ള കയറ്റമാണ്. ശരിക്കും നമ്മളിതാ ആ ഒരു കയറ്റം കയറി പകുതി എത്തിയിട്ടുണ്ട്. ഇനി മേലോട്ടേക്ക് പോകാനുണ്ട് കേട്ടോ. ഇത് കണ്ടോ, 2 സ്ഥലത്തു നിന്ന് നദികളൊന്നായിട്ട് ഒരു ബേരി റിവറായിട്ട് ഒഴുകി പോകുന്ന കേട്ടോ. അവിടുന്ന് ശരിക്കും ബേരി റിവർ ഒഴുകി വരുന്നുണ്ട്. ഇവിടുന്ന് വേറൊരു നദിയും കൂടി ഒഴുകി വരുന്നുണ്ട്. ഇത് രണ്ടും കൂടി മിക്സായിട്ട് ഇതാ സിംഗിളായിട്ട് ബേരിയായിട്ട് പോകുന്നുണ്ട്. എന്താല്ലേ ഇത് നമ്മൾ കുറേ സ്ഥലത്ത് ഇങ്ങനെ കാണാൻ പറ്റും. ഉത്തരാഖണ്ഡിലും മണാലിയിലും എല്ലാ സ്ഥലത്തും കാണാൻ പറ്റും. പക്ഷേ ഇവിടുന്ന് കാണാൻ പറ്റി. ബേരി റിവർ ഒന്നാന്ന് കാണാൻ പറ്റി. ഇപ്പുറത്തെ ഗ്രാമങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നീല ഷെഡിട്ടൊക്കെ വീടും കാര്യങ്ങളും. അവിടെ നല്ല റോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. മറ്റേ ഇവിടത്തേക്കൊക്കെ ദോൽപ്പയിലേക്കൊക്കെ പോകുന്ന വഴി കേട്ടോ. അത് മുകളിലൊക്കെ വീട് നോക്കിക്കേ. നമ്മളിതാ ഓഫ് റോഡ് കൂടി കേട്ടോ പോകുന്നത്. മലേൻ്റെ മുകളിലാണുള്ളത്. കൈവിട്ട കളി കേട്ടോ, കൈവിട്ട കളിയാണ്. നമുക്കിതാ ഇവിടെ ഒരു ഗ്രാമം വന്നെത്തിയിട്ടുണ്ട്. മൊത്തം കടുക് കൃഷിയാണ്. അവിടെ വീടും കാര്യങ്ങളൊക്കെ കണ്ടോ. ഒരു മറ്റേ ഹെഡിൻ്റെ സ്ഥലത്ത് പലക കൊണ്ട് മുകളിൽ വെച്ച് ഉറപ്പിച്ച് വെച്ചിരിക്കുകയാണ്. അതുപോലെ ഇതാ ഈ ഭാഗത്ത് പുതിയ വീടുകളൊക്കെ പണിതതുകൊണ്ട് ഒരു ടൗൺ ആട്ടോ ഇത്. ചെറിയ നമ്മൾ നേരത്തെ കണ്ട ചൈന ബസാർ പോലത്തെ ചെറിയൊരു ടൗണാണ്. ഇവിടെ എന്തെല്ലാം പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഓവിചാരി ക്ലീനിങ്ങോ അങ്ങനെ എന്താണെന്ന് തോന്നുന്നുണ്ട്. കണ്ടോ കുറേ ആൾക്കാർ നിൽക്കുന്നത്. ഫുള്ള് പച്ചപ്പും ഹരിതാവും കേട്ടോ ഇവിടെ കാണാനുള്ളത്. നല്ല രസമുണ്ട്. എന്താ പേര്
വിദ്യാലയ ക്ഷേത്രോ കറക്റ്റ് എനിക്കറിയില്ല. ഇവിടെ ഹോണടിക്കാൻ പാടില്ല എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നല്ലൊരു ഗ്രാമല്ലേ നോക്കിയേ, കുറേ കൃഷിയിടങ്ങൾ ഇതൊക്കെ ആയിട്ട്. ഇവിടെ ലാൻഡ് സ്ലൈഡിങ് ഉണ്ടാക്കുന്ന കേട്ടോ ചില സമയത്ത്. അപ്പോൾ ഇതാ ഇവിടെ റോഡ് ഉണ്ടാവില്ല, ഓഫ് റോഡായിരിക്കും ചില വളവിലൊക്കെ ആട്ടോ ഇങ്ങനെ കാണുന്നത്. പക്ഷേ ഇത് കുറച്ച് ദൂരമുണ്ട്, അങ്ങ് കാണുന്ന ദൂരം വരെ ഈ ഓഫ് റോഡാട്ടോ നമുക്ക് പോകേണ്ടത്. വലിയ മലേൻ്റെ മുകളിലുള്ളത്. വേക്കുന്നൊരു വണ്ടി വരുന്നുണ്ട്. ഫുക്രു എന്ന് പറഞ്ഞ ഗ്രാമത്തിൻ്റെ സ്റ്റാർട്ടിങ് ആട്ടോ ഇത്. നോക്കിക്കേ, ഉരുളക്കിഴങ്ങിൻ്റെ കൃഷിയാണെന്ന് തോന്നുന്നുണ്ട്. കളറായിട്ടുള്ള വീടുണ്ടോ, റെഡ് കളറിലൊക്കെ ഇങ്ങനെ കിടക്കുന്നതാ. അവിടെയൊക്കെ ഉണ്ട്, ഞാൻ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. അത് ഇത് കണ്ടോ, ഇവിടെയൊക്കെ ഒരു കൃഷിയിടങ്ങളാണ്. അങ്ങൊക്കെ ആയിട്ട് വീടൊക്കെ കാണാൻ പറ്റും. അതുപോലെ ഇതാ ആ ഭാഗത്തൊക്കെ ഉണ്ട് വീട്. മലേൻ്റെ മുകളിലൊക്കെ ഇവിടുന്ന് ഇങ്ങനെ വെള്ളമൊഴുകി വരുന്നൊരു പൈപ്പും ഉണ്ട്. ഇത് മനോഹരമായ ഗ്രാമമല്ലേ, ഒരു മലേൻ്റെ താഴെയാട്ടോ ഇത് സ്ഥിതി ചെയ്യുന്നത്, അതോർക്കണോ. ഇവിടെയൊക്കെ വീട് കണ്ടോ, ഇതൊക്കെ പുതിയ വന്ന വീടാന്ന് തോന്നുന്നു. ബേക്കിലുള്ളതൊക്കെ പഴയ ടൈപ്പ് വീടാണ്. ഇതൊക്കെ പഴയ ടൈപ്പ് വീടാട്ടോ, ഇതൊക്കെ പുതിയ വന്ന വീടാ. ഈ കാണുന്നതൊക്കെ ഉരുളക്കിഴങ്ങിൻ്റെ കൃഷിയാട്ടോ ഫുള്ളായിട്ട്. അതുപോലെ ഇതാ ചെറിയായിട്ട് കണ്ടോ, അത് ഇവിടുത്തെ സ്കൂളാട്ടോ. അതുപോലെ ഇവിടെ എല്ലാ സ്ഥലത്തും ബാത്റൂമും കാര്യങ്ങളുണ്ട് നേപ്പാളിൽ. അത് നല്ലൊരു കാര്യമാട്ടോ. നോക്കി ഗ്രാമം ഫുള്ള് ഉരുളക്കിഴങ്ങിൻ്റെ കൃഷിയാണ്. നോക്കുകയാണെങ്കിൽ ഇതാ വലിയൊരു മലേൻ്റെ താഴെ വരുന്നൊരു ഗ്രാമമാട്ടോ. എന്ത് രസമാണ് കാണാൻ ഇവിടെയൊക്കെ. സിംലി എന്ന് പറഞ്ഞൊരു ഗ്രാമമാട്ടോ ഇത്. നോക്കിയേ, ഫുള്ള് ഒറ്റയ്ക്ക് ബിൽഡിംഗ് ആണ്. ശരിക്കും അപ്പുറത്തോടെ വേറെ റോഡ് പോകുന്നുണ്ട്, അതുകൊണ്ടാണ് അവിടെ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ വന്നത്. വലിയ മലയാണ് ഫുള്ള് കേട്ടോ. അതുപോലെ ഇവിടെയൊക്കെ ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇഷ്ടം പോലെ കുറേ ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളാണ് മൊത്തം. പക്ഷെ ഇത് ബിൽഡിങ് കുറേ കൂടിപ്പോയെന്ന് ഡൗട്ടുണ്ട്. ഇതിൻ്റെ ബാക്കി പാട്ടാണിത്. സിംലീൻ്റെ ബാക്കി പാട്ടാണിത്. സ്കൂളൊക്കെ വിട്ടിട്ട് പിള്ളേർ പോകുന്നു എന്താണെന്നറിയില്ല. ഇവിടെ അട്ടിക്കട്ടിക്ക് ബിൽഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് ഇതാണ് നമ്മുടെ സിംലി. ഇത് സ്കൂളാട്ടോ, ഇവിടുത്തെ വലിയ സ്കൂളായിട്ടാണ് തോന്നുന്നുണ്ട്. കുറേ പിള്ളേരൊക്കെ പഠിക്കുന്ന വലിയ സ്കൂളായിട്ടാണ് തോന്നുന്നുണ്ട്. 3 നില ബിൽഡിംഗ് ഒക്കെ ഉണ്ട്. എനിക്ക് സിംലി എന്നാ സിംലി സിംലി എന്ന് പറഞ്ഞ ഗ്രാമം തന്നെ കേട്ടോ. ട്രാക്ടർ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മൾ മണ്ണും കൊണ്ടുപോകുന്നത്. അവിടെ കണ്ടോ ഒരു വലിയൊരു മലേൻ്റെ സൈഡിൽ ലാൻഡ് സ്ലൈഡിങ് താഴോട്ടേക്ക് പോയത്. ഇവിടെയൊക്കെ വീടുണ്ട് കേട്ടോ, അതാണ് വേറൊരു കാര്യം. നോക്കിക്കേ, ഓരോ മലേൻ്റെ മുകളിലായിരിക്കുന്ന വീടാണ്. അവിടത്തേക്ക് പോകാനുള്ള പാലാട്ടോ ഇത്. നമ്മൾ നിൽക്കുന്ന റോഡിൻ്റെ അതിൽ കൂടെ തന്നെ അങ്ങ് പോകുന്ന പാലാണിത്. അങ്ങോട്ടേക്ക് വേറെ റോഡ് പോകുന്നുണ്ടെന്ന് തോന്നുന്നു, അറിയില്ല കറക്റ്റ്. ഓഫ് റോഡായിട്ടാണ് തോന്നുന്നുണ്ട്, ചെറിയൊരു ഓഫ് റോഡായിട്ടും കാണുന്നുണ്ടോന്ന്, അതാന്ന് തോന്നുന്നുണ്ട്. എന്നാലും എന്താല്ലേ ഇങ്ങനെ വീടുകളൊക്കെ അങ്ങൊക്കെ ഉണ്ട് കേട്ടോ, അങ്ങ് മലയിലൊക്കെ ഉണ്ട്. നമ്മളിതാ ബേഗിൽ കണ്ടോ കുത്തനൊരു കയറ്റാട്ടോ, കയറിക്കൊണ്ടിരിക്കുകയാണ്. നല്ല വെയിലുണ്ട്, പക്ഷേ ഈ ഭാഗത്ത് വെയിലില്ല. ഇങ്ങനത്തെ ഒരു 20-30 കയറ്റം ഒരു ദിവസം കയറാനുണ്ട് ഞങ്ങൾക്ക്. കയറുക ഇറങ്ങുക, കയറുക ഇറങ്ങുക, ഇത് തന്നെയാണ് കളിക്കുന്നത്. കുത്താനുള്ള കയറ്റം കയറുക, അത് ഇറങ്ങിയിട്ട് അടുത്ത തന്നെ കയറ്റം. ഒരിക്കലും നേരം കാര്യം റോഡ് പണിതാൽ പോരെ. ഇല്ലെങ്കിൽ ഈ കുത്താനുള്ള മല കയറുകയാണെങ്കിൽ ഇങ്ങനെ കയറി പോകുന്നൊക്കെ കണ്ടിട്ടുണ്ട്. അതുപോലെ ഇറങ്ങുന്നതും കണ്ടിട്ടുണ്ട്. ഇത് പക്ഷെ കയറുക ഇറങ്ങുക, കയറുക ഇറങ്ങുക, നടപടിയാകുന്നില്ല. അയ്യോ, ഇത് വേറൊരു ഗ്രാമമാട്ടോ. ഇവിടെ എനിക്ക് മടിനെ കൊണ്ട് തേച്ച വീടുകളൊക്കെ ഉണ്ട്. അങ്ങനെ കുറേ മലകളും ഗ്രാമങ്ങളൊക്കെയാണ് ഫുള്ള് കാണാനുള്ളത്. ഇതൊക്കെ ഇവിടെ ഫുള്ള് കൃഷിയിടങ്ങളാട്ടോ. ഇവിടെ ചേച്ചിമാർ ഉള്ളിത്തോട്ടത്തിൽ എന്തോ പണിയാട്ടോ, ഉള്ളിത്തോട്ടത്തിലാണ് പണി. അതുപോലെ ഇവിടെയൊക്കെ ഓരോന്നുണ്ട് കൃഷിയായിട്ട്. നല്ല രസമുണ്ട് കാണാൻ. ഇങ്ങനെ ഓരോ ഗ്രാമങ്ങളും കാണിച്ചിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ബോറടിക്കായിരിക്കും. പക്ഷേ ഇങ്ങനെ കുറേ ഗ്രാമങ്ങൾ കണ്ടുകൊണ്ട് പോകാനാട്ടോ രസം. ഇവിടെ വാഴയൊക്കെ കണ്ടോ. കേത്താക്കുന എന്ന് പറഞ്ഞൊരു ഗ്രാമമാട്ടോ ഇത്. നോക്കിയൊക്കെ നമ്മൾ ആദ്യം വന്നപ്പോഴൊന്നും ഇങ്ങനെ കൃഷിയിടങ്ങളിൽ കൃഷിയില്ലായിരുന്നു. ഇപ്പം പൊട്ടി മുളച്ച് ഒന്ന് ചെറുതായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതാട്ടോ ഇങ്ങനത്തെ പച്ചപ്പ് കാണുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ ആദ്യം കണ്ട സ്ഥലത്തൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ. നമുക്കിനി ഇതാ അതിൻ്റെ മുകളില്ലേ കാണുന്നത്, അവിടം വരെ നമുക്ക് പോകാനുണ്ട്. എത്തുമെന്നറിയില്ല, എന്തായാലും ഇന്ന് തന്നെ എത്തണം. നമുക്ക് കയറി നോക്കാം. ഗ്രാമക്കാരൊക്കെ നമ്മളെ വേറെന്തൊരു രീതിയിലാട്ടോ നോക്കുന്നത്.
അതായത് സാധനങ്ങളൊക്കെ വിൽക്കാൻ വന്ന ആൾക്കാരെ പോലെ കേട്ടോ നോക്കുന്നത്. ഇവിടെ ആരും ഇപ്പം നോക്കുന്നില്ല. ഇവിടെ വലിയ വീടൊക്കെ ഉണ്ട് കേട്ടോ. പിള്ളേരതാ, ചെറിയ പിള്ളേരൊക്കെ. കുറേ ചെറിയ പിള്ളേരുണ്ട് കേട്ടോ. അതുപോലെ ഇതാ നമ്മളിനി ഇറക്കിറങ്ങി കഴിഞ്ഞാൽ ഇനി കയറ്റാട്ടോ മൊത്തം. ഇവിടെ നോക്കിയേ, നമ്മളിതാ ഇവിടെ നിന്ന് ഒരു കടയിൽ നിന്ന് സമൂസ കഴിക്കുക കേട്ടോ. ഒരു സമൂസക്ക് 15 രൂപയാണ്. ഇവിടെ 2 എണ്ണം കഴിക്കുന്നുണ്ട്. അതായത് നാട്ടിലത്തെ 19 രൂപയാട്ടോ. ഇവിടെ 30 രൂപയും 2 സമൂസ കഴിക്കുക കേട്ടോ. ജിലേബിയുണ്ട്, ജിലേബിയും കഴിച്ച് നോക്കണം 10 രൂപക്ക്. എന്തായാലും ഒരു കയറ്റം കയറാൻ പോലെ അതിൻ്റെ മുമ്പ് ഫുഡൊക്കെ കഴിച്ചിട്ട് സെറ്റായിട്ട് പോകാമെന്ന് വിചാരിച്ച്. കല്ല് പൊടിക്കുന്ന മെഷീനാട്ടോ ഇത്. വലിയ വലിയ കല്ലുകൾ പൊടിച്ച് ഇങ്ങനെ സോർട്ട് ചെയ്ത് കൊണ്ടുപോയി ഇടുന്ന കേട്ടോ. ഇവിടുത്തെ പാറക്കല്ലുകൾ ഇങ്ങനെ എടുത്തിട്ട് പൊടിച്ചിട്ട് കൊണ്ടുപോകുന്നുണ്ടോ. താഴേന്ന് വന്നപ്പോൾ ഇങ്ങോട്ടൊരു വഴിയുണ്ട്, പിന്നെ ഇങ്ങോട്ടേക്കൊരു വഴിയുണ്ട് കണ്ടോ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വഴിയാണ് നമ്മൾ മുസിക്കോട്ട് റുക്കുംകോട്ടൊക്കെ പോകുന്നത്. ഈ വഴി എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് അറിയില്ല, പക്ഷെ നേരെയുള്ള റോഡുണ്ട്. അപ്പോൾ നമ്മൾ ഈ വഴി പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല, കാരണം ഈ സൈക്കിളും കൊണ്ട് ഇത്രയും ലോഡും വെച്ചിട്ട് നമുക്ക് ഇങ്ങനത്തെ കയറ്റങ്ങളൊന്നും കയറി പോകാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു വഴി തിരഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത്. ഈ വഴി തന്നെ പോവാട്ടോ നമുക്ക്. ഇവിടെയൊക്കെ കണ്ടോ മണ്ണിടിഞ്ഞ് വീണാട്ടോ ഇതൊക്കെ ഫുള്ള്. ഈ റോഡ് കുറേ മോശമാണെന്നാട്ടോ പറയുന്നത്, ഭയങ്കര മോശമാണെന്ന് പറയുന്നത്. കുറേ അങ്ങോട്ടെത്തുമ്പോൾ നമുക്ക് ഈ റോഡല്ലാണ്ട് വേറെ ഓപ്ഷൻ ഇല്ല. ഈ റോഡാണെങ്കിൽ 31 കിലോമീറ്റർ കൊണ്ടെത്തും. ഈ ഒരു കയറ്റം മാത്രം മര്യാദയ്ക്ക് കയറിയാൽ മതി. കുത്തനുള്ള കയറ്റാട്ടോ. ഇങ്ങനെ കയറി വന്നുകൊണ്ടിരിക്കും നമ്മൾ. താഴേലി അതുകൊണ്ട് ആ റോഡ് കണ്ടാൽ മനസ്സിലാവും. നമ്മൾ കുത്തനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു സ്ഥലത്തെത്തിക്കണമെങ്കിൽ നേരെയാവും. അത് കഴിഞ്ഞ് പിന്നെ ചെറിയ കയറ്റവും ചെറിയ ഇറക്കവും മാത്രമേ ഉണ്ടാവുള്ളൂ. ഇത്രയും വലിയ കയറ്റങ്ങൾ ഉണ്ടാവില്ല. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമുക്ക് കയറ്റങ്ങൾ തുടങ്ങുന്നത്. അപ്പോൾ 31 കിലോമീറ്റർ എന്തായാലും നാളത്തേക്ക് കവറാവും. ഇന്നെന്തായാലും എവിടെയെങ്കിലും നിൽക്കണം. ഈ കയറ്റം മണി കയറിയിട്ട് നല്ല ഏതെങ്കിലും ഗ്രാമം കണ്ടിട്ടുണ്ടെങ്കിൽ 4:30-5 മണിയാകുമ്പോഴത്തേക്ക് നിൽക്കണം. ഇപ്പം 3:30 കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമുക്ക് മുന്നോട്ടേക്ക് തന്നെ പോവാം. അയ്യോ, ഈ റൂട്ടിൽ വന്നിട്ട് നമ്മൾ പെട്ട് കേട്ടോ. റോഡ് നോക്കിയാൽ ബേക്കിൽ സീനാട്ടോ. ഇനി മുമ്പിൽ കാണിച്ചു തരാം. ഉണ്ടോ റോഡില്ല കാഴ്ച ഇവിടെ ഒന്നും. ഞങ്ങൾ ആ പാടെ പെട്ട് ഇത് ചവിട്ടി കയറില്ല. നമുക്ക് തള്ളി തന്നെ കൊണ്ടാണോ എന്താ മോനെ അവസ്ഥ. സ്കൂളും വിട്ട് പിള്ളേരൊക്കെ പോവാട്ടോ. എനിക്ക് ചെറിയ മുട്ട പിള്ളേർ സ്കൂളിപ്പം വിട്ടാന്ന് തോന്നുന്നുണ്ട്. ഞാൻ കിതക്കുന്ന സൗണ്ട് കേട്ടോ. അത് ഫുൾ ചളിയാണ്ടോ. ഇതിലെ കൂടെയാണ് നമ്മൾ തള്ളിപ്പോകുന്നത്. നമസ്തേ. നമ്മളിപ്പോൾ ഏതോ ഒരു ഗ്രാമത്തിലെത്തിട്ടോ. നോക്കിക്കേ ഗ്രാമം. ഇവിടെ ഒരു പെണ്ണുങ്ങൾ നോക്കിയ മുകളിൽ മരം വെട്ടുക കേട്ടോ. ഇതിൻ്റെ മുകളിലൊക്കെ കയറിയിട്ട് നമ്മുടെ നാട്ടിലൊക്കെ പെണ്ണുങ്ങളൊക്കെ ഇതിൻ്റെ മുകളിലൊക്കെ കയറി മരം വെട്ടുമോ. അത്ഭുതം കേട്ടോ. അതുപോലെ കുറേ പിള്ളേരുണ്ട് അവിടെ. ഒരു നായൊക്കെ ഉണ്ട് കേട്ടോ. നോക്കിയ ചോട്ട അതിൻ്റെ മുകളിൽ വലിഞ്ഞു കയറുന്നത്. അങ്ങനെയൊക്കെ വീടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. മലേൻ്റെ മുകളിൽ അവരെ കൃഷിയിടങ്ങളാണ്. പട്ടി തന്നെ കുറേ നേരം നോക്കി കുരച്ചു. ഇതാ അതും കൂടി കയറി കഴിഞ്ഞാൽ നമ്മൾ 1200 മീറ്റർ ഹൈറ്റിലെത്തും. അതുപോലെ നേരത്തെ കണ്ട ഗ്രാമമാട്ടോ ഇത്. നോക്കിക്കേ അവിടെയൊക്കെ പച്ചപ്പായിട്ടുണ്ട്, പക്ഷെ ബാക്കിയൊന്നും പച്ചപ്പൊന്നും ആയിട്ടില്ല. നല്ല രസമുണ്ട് കേട്ടോ. മലേൻ്റെ മുകളിലുള്ളൊരു ഗ്രാമമാണിത്. ആരും എത്തിപ്പെടാത്ത സ്ഥലമാണെന്ന് തോന്നുന്നു. ഞാനിങ്ങനെ വൈതെറ്റി വന്നാണ് ഓഫ് റോഡ് കൂടി തന്നെ. നോക്കിക്കോ ഇവിടെയൊക്കെ. അയ്യോ അടിപൊളി. നമ്മളങ്ങനെ പോകുന്ന നേരം ഇവർ രണ്ടുപേരും നമ്മളെ പിടിച്ചു നിർത്തിയാട്ടോ. ओ दो बेटी दो बेटा दो बेटी लाग्दैन खानालाई पैसा लाग्दैन दुईटा രണ്ട് കുട്ടികളുണ്ട് കേട്ടോ ഇവർക്ക്. അതുപോലെ നമ്മളും ഒരു കുട്ടിയാന്നാ പറയുന്നത്. ഇവിടെ നിക്കാനാ പറയുന്നത് അവരുടെ വീട്ടില്. എന്ത് നല്ല ആൾക്കാരാട്ടോ. ഇതൊരു ജംഗിളാണ്, അങ്ങോട്ടേക്ക് കാടാന്ന് പറയുന്നത്. അപ്പൊ പോണ്ടാന്ന് പറയുന്നത്. ഇന്ന് ഇവിടെ നിക്കാനാ പറയുന്നത്. താങ്ക് യു. താങ്ക് യു മമ്മി. വീഡിയോ യൂട്യൂബ് में डालेगा. അങ്ങോട്ടേക്കാണെന്ന് അറിയില്ല. നമ്മളെ വിളിച്ച് പോകുന്നുണ്ട്, ഞാനും പോകുന്നുണ്ട്. കാരണം നമ്മൾ ഒരാളിങ്ങനെ വിളിക്കുന്ന നേരം നമ്മൾ പോകാതിരിക്കുന്ന മോശമാണ്. ഇത്രയും ദിവസം നമ്മൾ ഓരോരുത്തർ ചോദിച്ചാണ് നിൽക്കല്. അപ്പോൾ ഇവർ വിളിച്ച് നമ്മൾ പോയി. ഇപ്പോൾ രാത്താമാട്ട എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ.
यहीं बसने राव खेत हाँ ഇവിടെ നമ്മള് അവരെ കടയിലാട്ടോ ഉള്ളത്. അപ്പൊ നമ്മളെ കൂട്ടിക്കൊണ്ട് നിന്നിവിടെ നിന്നിട്ട് പോവാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മള് നേരത്തെ കാണിച്ചില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ കേട്ടോ നല്ല ആൾക്കാരോ നല്ല രീതിയിലുള്ള സംസാരം ഇതൊക്കെയാണ് കാണിക്കാനാ പറയുന്നത്. നമുക്ക് നാം ക്യാ ഹൈ? नाम के बनने तो बुद्ध है ना नाम राजकुमारी खटका राजकुमारी खटका खटका ये शंकर खटका छोरा को शंकर खटका हाँ हाँ शंकर खटका छोरा हाँ छोरी को सुनीता खटका हाँ सुनीता खटका മോളാണ് അവരെ കടയാട്ടോ ഇത്. അപ്പൊ എല്ലാരും നല്ല കമ്പനിയാണ്. दीदी दीदी ആ ദീദി दीदी ആ ദീദി നടോ दीदी मेरी दीदी ആ ഇത് മാമി मम्मी മമ്മി हाँ ഇത് ദീദി दीदी वो मम्मी ഇതും മമ്മി. मम्मी ആ ഇവര് രണ്ടാളും കൂടി ആട്ടോ നമ്മളെ കുറിച്ച് കൊണ്ടുവന്നത്. हाय छोरो मेरो यहीं बस्छ മോളാണ് ഇത് നേരത്തെ കാണിച്ച. ഇത് വേറൊരു മോളാണ്. ഇത് ഈ മറ്റേ മോളെ കൊച്ചാട്ടോ കുട്ടിയാണ്. നോക്കിയേ ഇവിടുന്ന് ഫുഡും കാര്യങ്ങളും ഉണ്ടാക്കുക കേട്ടോ. ഇത് ഒരു മോനാട്ടോ. എന്തോ സാധനം ഉണ്ടാക്കിയിട്ട് കുറേ നേരം നടക്കുന്നു അവിടുന്ന്. നല്ല ദൃശ്യാട്ടോ ഇവിടെ കാണുന്നത്. നല്ല രസമുണ്ട്. ആ കൊച്ചെ അടങ്ങിയിരിക്കുന്നില്ല കേട്ടോ. ഫുൾ ടൈം പണിയെടുത്തുകൊണ്ടിരിക്കുക. ഓരോ സാധനം ഇങ്ങനെ അടിച്ചടിച്ചടിച്ചടിച്ച് പണിയെടുത്തുകൊണ്ടിരിക്കുക. ഫുൾ ടൈം പണിയെടുത്തുകൊണ്ടിരിക്കുക. ഹെൽപ്പിംഗ് ആണ് മെയിൻ. എന്ത് ചെയ്താലും അത് മൂപ്പർക്ക് ചെയ്യണം. എല്ലാം കൂടി ചതക്കാനുള്ള പരിപാടി. അവിടെ ചെന്ന് പണിയെടുക്കാൻ പറയാം. यस्तो गर्दै अरे यस्तो यस्तो गर्दै अरे यस्तो यस्तो हेर हेर मामाले यस्तो शङ्कर आगोले बोल्यो नि यस्तो गर्दै अरे यस्तो उठा 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 यस्तो गर्दै यस्तो यस्तो गरिदेऊ यस्तो गरिदेऊ മൈൻഡ് ചെയ്യുന്നില്ല. ഭയങ്കര പണിയില്ല. नेपाली केटी त गर्दा छिन् नेपाली केटी त गर्दा छिन् दिनु गरे त हो दिए त दिनु तिमीले पकाउनु त्यो त बस्नु त्यो भाङ बुटो गएर ഇവര് ഫുഡ് ഉണ്ടാക്കുക പറഞ്ഞ് കുട്ടി ഹെൽപ്പ് ചെയ്യുന്നു. चटनीमा पिस्ने केराटीको डर मन छ सबैलाई ഇവര് റൊട്ടി ഉണ്ടാക്കുന്ന ടൈപ്പ് എങ്ങനെയാണെന്ന് അറിയാൻ വീഡിയോ അത് റൊട്ടി ഉണ്ടാക്കുക കേട്ടോ. അതായത് ആദ്യം തന്നെ ഒന്ന് ചൂടാക്കും അവർ. അതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ. അവരിപ്പോൾ അത് ചൂടാക്കി കഴിഞ്ഞതിന് ശേഷമാണ് അടുത്ത സ്റ്റെപ്പ്. ആ ഒരു സാധനം കൊണ്ട് തോണ്ടും. എന്നിട്ട് ആയിട്ടില്ല കേട്ടോ. എന്നിട്ട് അതെടുത്തിട്ട് ഇതാ സൈഡിൽ വെക്കും. അപ്പോൾ അത് വീർത്ത് വരുന്നുണ്ടോ? വീർക്കുന്നുണ്ടോ? വീർത്ത് വരുന്നുണ്ടോ? അങ്ങനെ വീർത്ത് വരും. എന്നിട്ട് തിരിച്ച് മറിച്ചൊക്കെ വെച്ചെടുക്കും. അപ്പോൾ അത് കറക്റ്റ് വീർത്ത് ഒരു ഭാഗം മൊത്തം വീർത്ത് വരും. അങ്ങനെയാണ് ഇവിടെയൊക്കെ റൊട്ടി ഉണ്ടാക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ടോ എന്നറിയില്ല. ചിലപ്പോൾ ഉണ്ടാക്കുന്നതാണ് ഇത് ഗ്യാസിൻ്റെ മുകളൊക്കെ വെച്ചിട്ട്. ഇത് വെറൈറ്റി തന്തൂർ റൊട്ടി പോലത്തെ സെറ്റപ്പാട്ടത്. അടിപൊളി. നമ്മുടെ ഇന്ന് ഇവിടെ നിന്നാണ് ഫുഡൊക്കെ കഴിക്കുന്നുണ്ടോ. നമുക്കിതാ ഇവിടെ റൊട്ടിയും അതുപോലെ തന്നെ ഒരു ഇതുപോലെ ചട്നി പോലെയും പിന്നെ മറ്റേ സാധനം ഇലേൻ്റെ പിന്നെ ഇതാട്ടോ നമ്മളെ ലസ്സിയാണ്. അപ്പോൾ ഇതൊക്കെ കൂടിയിട്ടാണ് കഴിക്കുന്നത്. ഇതാ ഇവരെല്ലാവരും ഫുഡ് കഴിക്കാട്ടോ. ഇവിടെ എല്ലാവരും ഫുഡ് കഴിക്കുക. അപ്പം ഞാനും കഴിക്കാട്ടോ. എനിക്ക് അന്നാണിത്. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. നമ്മളിപ്പോഴും ഇതാ
സ്ലീപ്പിംഗ് ബാഗിൻ്റെ ഉള്ളിൽ തന്നെ ആയിട്ടുള്ളത്. ടെൻറ്റിലല്ല എന്നുള്ളൂ. ടെൻറ്റ് ഇന്നലെ അടിച്ചില്ല. അവരുടെ റൂമാണ് ഈ കാണുന്നത്. അവർ നമുക്ക് വേണ്ടി റൂം ഒഴിവായിട്ട് വേറെ റൂമിലേക്ക് മാറിക്കിടന്ന് എന്നിട്ട് നമുക്ക് ഒരു ബെഡും ഇതൊക്കെ തന്ന് കിടക്കാനായിട്ട്. എന്ത് നല്ല ആൾക്കാരാണ് ഇവിടെയുള്ളതൊക്കെ. പാവങ്ങളാട്ടോ, പക്ഷേ നല്ല സ്നേഹമുള്ള ആൾക്കാരാണ്. ഫുഡും കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ. എന്നിട്ട് ഇവിടെ നിന്ന് കിടന്നുറങ്ങി എണീച്ച് രാവിലെ പിറ്റേ ദിവസം 7 വരെ നമ്മളിവിടെ കിടന്നുറങ്ങി കേട്ടോ. അവരാരും ശല്യപ്പെടുത്താനോ ഒന്നും വന്നില്ല. ഇനി നമുക്ക് ഇവിടുന്ന് എണീച്ചിട്ട് പല്ലും കാര്യങ്ങളൊക്കെ തേക്കണം. ഭയങ്കര ഉറക്കമായിരുന്നു കേട്ടോ, നല്ല ഉറക്കമായിരുന്നു. അപ്പോൾ വേഗത്തിൽ എണീക്കണം. പുറത്തുള്ള കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം. ഇതിലേ കൂടി വണ്ടിയൊക്കെ പോകുന്നുണ്ടോ? ആൾക്കാരൊക്കെ മോളൊക്കെ എത്തിയിട്ടോ വണ്ടി കൊണ്ടുപോകുന്നത്. ഭയങ്കര പാടാണ് കയറ്റാനുള്ളത്. ഓരോ കയറ്റവും ഫുൾ ഓഫ് റോഡ് കേട്ടോ. ഇത് വേറെ വഴിയാണ് പോകുന്നത്. നമുക്ക് പോകേണ്ടതാ ഈ ഒരു വഴിയാട്ടോ. നമുക്ക് പോകേണ്ടത് അങ്ങോട്ടേക്ക്. വലിയ മലനിരകളും നമ്മൾ മലേൻ്റെ മുകളിൽ കൂടിയാണ് പോകുന്നത്. രാവിലത്തെ കാഴ്ചയാട്ടിത്. ഇവരെ കൊച്ചുങ്ങളാട്ടോ ഇത്. ചെറിയ കുട്ടിയൊക്കെ അവരെ വീടാണ് ഇത്. എന്നാലും ഞാൻ കാണിച്ചിട്ടുണ്ടോയെന്നറിയില്ല. ഇവരാട്ടോ അത്. ഗുഡ് മോർണിംഗ്. സഹായിച്ചേട്ടാ, നമ്മളിന്നലെ സഹായിച്ചേ. അയ്യോ, രാവിലത്തെ പേര് ഫുഡൊക്കെ ഉണ്ടാക്കുക കേട്ടോ. ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. വേറെ സ്ഥലത്തുള്ള പോലെ അല്ല. രാവിലെ തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ചായ ഉണ്ടാക്കാന്ന് കുറച്ചൊക്കെ നോക്കിക്കേ. ചായയൊക്കെ തന്നു. ചായയൊക്കെ കുടിക്കട്ടെ. അയ്യോ, ഇവരോട് ബൈ പറയട്ടെ. ബൈ, താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇവരോടൊക്കെ നമ്മൾ ബൈ പറഞ്ഞ് പോകാട്ടോ. ബൈ, താങ്ക് യു. അപ്പോൾ നമ്മൾ സൈക്കിളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ബൈ ബൈ. ബൈ പറയില്ല എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വേഗം പോവാട്ടോ ഇവിടുന്ന്. വേറെ ഇനി നിൽക്കുന്നില്ല, പെട്ടെന്ന് പോവാ. സൈക്കിളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ ഈ ഫാമിലീസിനോടൊക്കെയുള്ള കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടു കാണും. നമ്മളിവിടുന്ന് ചലിക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ 8 സംതിങ് ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ നേരെ പോവാട്ട്. ചോട്ടനെ കണ്ടാവും. നമ്മൾ ഇന്നലെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഈ ചോട്ടൻ്റെ. അതായത് ഈ ചോട്ടയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ആണ്. നിങ്ങൾ ഇത്രയും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ കാണാത്തവർ, അതായത് സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് കുറച്ചും കൂടിയും സെറ്റാവും അതിന് വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ വെച്ച് വൈൻഡ് അപ്പ്. അടുത്ത നല്ല നല്ല കാഴ്ചകളും നല്ല നല്ല ഗ്രാമങ്ങളിലേക്കുള്ള കാഴ്ചകളിലേക്ക് കാണുന്നവരെ ബൈ.